എന്നാൽ ഈ ഐക്യമുണ്ടായത് ആദർശപരമാണോ? എന്റെ കൊച്ചിയിലെ മുജാഹിദുകൾ ശരിക്കും ശ്രദ്ധിച്ചോളി. നിങ്ങളുടെ നേതൃത്വം വഞ്ചിച്ചിട്ടുണ്ട്. നിങ്ങൾ KNMന്റെ നേതൃത്വത്തിൽ നിങ്ങൾ വഞ്ചിതരായിട്ടുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? KNMന്റെ സാധാരണക്കാരായ ആളുകൾ എന്താ മനസ്സിലാക്കിയത്? മർക്കസ് ദേവന്റെ ആളുകളൊക്കെ അബ്ദുറഹ്മാൻ സലഫി, അസ്ഗർ അലിയൊക്കെ ചർച്ച നടത്തി, അവർ നടത്തിയ എല്ലാ സംഗതികളൊക്കെ തിരുത്തി. ആ തിരുത്തിയതിന് ശേഷമാണ് മർക്കസ് ദേവ വിട്ട ഒരു സിരി അവർക്ക് വന്നതല്ലേ? അങ്ങനെയല്ല സഹോദരന്മാരെ, അത് പച്ചയായ നിങ്ങളെ ശരിക്ക് വഞ്ചിക്കുകയായിരുന്നു നിങ്ങളുടെ നേതൃത്വം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളി. ഒരു ആദർശവും മർക്കസ് ദാവക്കാർ തിരുത്തിയിട്ടില്ല. ഞാൻ 2-3 തെളിവുകൾ പറയാം. 2-3 തെളിവുകൾ നോക്കൂ. നിങ്ങൾ 2015 ഡിസംബർ 15 ആദ്യത്തെ ഐക്യ ചർച്ച നടക്കുന്നത്. 2015 ഡിസംബർ 15 ആദ്യത്തെ ഐക്യ ചർച്ച നടക്കുന്നത്. 2016 ഡിസംബർ 20 ഐക്യ സമ്മേളനം നടക്കുന്നത് കടപ്പുറത്ത് വെച്ച്. ആ ഐക്യ സമ്മേളനവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു പ്രധാനമായ വിഷയം? സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് മടവൂർ വിഭാഗം, ശിർക്കല്ലെന്ന് KNM. അതല്ല ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പൊ ഐക്യ സമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയപ്പോ TPയോട് പത്രക്കാർ ചോദിച്ചു, അല്ല സിഹിർ എന്തായി? ഇതാണ് വലിയ തർക്കം. നിങ്ങൾ മുശ്രിക്കാന്ന് മറ്റൊരു പറയാനും അതുപോലെ തന്നെ നിങ്ങൾ ശിർക്കലല്ല നിങ്ങൾ പറയാനും പ്രധാനമായും തെളിവാക്കിയത് എന്താ? സിഹിറാണല്ലോ. ആ സിഹിറിന്റെ വിഷയം തീരുമാനമായോ? ശരിക്കും മുജാഹിദുകൾ ചിന്തിച്ചോളി. എന്താ TPന് കൊടുത്ത മറുപടി കേട്ടോളി. തീർച്ചയായിട്ടും സുതാര്യത ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ഘടകവുമില്ല. ഞങ്ങൾ റോട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾ അതിന്റെ വിശദീകരണത്തെ കിടക്കാൻ 20-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇനി നിങ്ങളുടെ ഈ ലയനം അറിയിക്കാൻ, യോജിപ്പ് അറിയിക്കാൻ, ഈ ഐക്യം അറിയിക്കാൻ. അതായത് TPയോട് ചോദിക്കുന്നത് എന്താണ് സിഹിറിന്റെ വിഷയം? അത് നിങ്ങൾ 20-ാം തീയതി വരെ കടപ്പുറത്ത് നിങ്ങൾ വിശദീകരിക്കും. കടപ്പുറത്ത് വിശദീകരിച്ചോ? വിശദീകരിച്ചിട്ടില്ല. എന്താണ് സിഹിറിന്റെ വിഷയം തീരുമാനമായത് എന്ന് കടപ്പുറത്ത് വിശദീകരിക്കുമെന്ന് TP പറഞ്ഞു. ആ വാക്ക് കേട്ട് കടപ്പുറത്തേക്ക് എത്തിയ എല്ലാ മനുഷ്യന്മാരെയും അവർ വഞ്ചിച്ചു. വിശദീകരിച്ചോ? വിശദീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് സിഹിറിന്റെ വിഷയം തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് 2017 ജനുവരി 26 KNM സെക്രട്ടേറിയറ്റ് ചേർന്നു. KNM സെക്രട്ടേറിയറ്റ് ശരിക്കും മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതൊന്നും ഇവിടെ പുറത്തു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മളെ രേഖ നമ്മളെ കുയ്യലുണ്ട്. ഓലമാനം കാക്കൽ നമ്മളും ബാധ്യതയാണല്ലോ. നിങ്ങളുടെ എല്ലാ ഉള്ളുകള്ളികളും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് അടിച്ചു പിരിഞ്ഞതും അതുപോലെ തന്നെ എവിടെയൊക്കെ മീറ്റിംഗ് കൂടിയതൊക്കെ. 2016 ഡിസംബർ 20 ഐക്യം നടന്നു കേട്ടോ. 2016 ഡിസംബർ 20 ഐക്യം നടന്നു. 2017 ജനുവരി 26 ഒരു മാസം കൂടി ആയിട്ടില്ല KNM സെക്രട്ടേറിയറ്റ് കൂടി. അസ്ഗർ അലിയും അബ്ദുറഹ്മാൻ സലഫിയും കൂടി തയ്യാറാക്കി കൊണ്ടുവന്ന ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനം വിചിന്തനത്തിൽ സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട ലേഖനം. ആ ലേഖനം വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കണോ അല്ലേ ചർച്ച വന്നു. ഞാൻ ചോദിക്കുന്നു, ബഹുമാനരായ KNMന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ ചോദിച്ചു നോക്കൂ. അന്നത്തെ 2017 ജനുവരി 26 സെക്രട്ടേറിയറ്റിൽ ആ ലേഖനത്തെ സംബന്ധിച്ച് ഏകകണ്ഠമായ അഭിപ്രായമാണോ ഉണ്ടായത്? അല്ല. തർക്കം നടന്നവിടെ. ഒരു മാസമായിട്ടില്ല ഐക്യം നടന്നിട്ട്. ആ ഒരു മാസം പോലും തികയാതെ ഐക്യം നടന്നപ്പോൾ സിഹിറിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായോല്ലേ? ഉണ്ടോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ വലിയ നേതാക്കന്മാരൊക്കെ. ഓര് പറയട്ടെ. ഒരു മാസമാകുന്നതിന് മുമ്പ് KNMന്റെ ഐക്യത്തിൽ വിള്ളലുണ്ടായോ അല്ലേ? ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഈ പണിക്ക് നിൽക്കണ്ട. ആദർശപരമായ ഐക്യമില്ലെങ്കിൽ പൊട്ടുന്നുറപ്പാണ്. ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത ഒരു അനൈക്യ സമ്മേളനമാണ് അന്ന് കടപ്പുറത്ത് നടന്നത്. 2 ആദർശം വേദി വന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഇനിയോ 2017 മാർച്ച് 5 പ്രഥമ എക്സിക്യൂട്ടീവ് നടന്നത്. ഐക്യ സമ്മേളനത്തിന് ശേഷം 1ാമത്തെ എക്സിക്യൂട്ടീവ് നടന്നു. 1ാമത്തെ എക്സിക്യൂട്ടീവിൽ ഈ വിചിന്തനത്തിൽ ലേഖനം ചർച്ചയായോ ഇല്ലേ, തർക്കമുണ്ടായോ ഇല്ലേ? നിങ്ങൾ പറയണം. സംസ്ഥാന നേതാക്കന്മാരുണ്ടല്ലോ അവിടെ. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ ഐക്യം എന്നുള്ളത് അനൈക്യമാണ് സംഭവിച്ചത്. ഒരിക്കലും ഐക്യം സംഭവിച്ചിട്ടില്ല. ഇനി മാത്രവുമല്ല, 2016 ഡിസംബർ 20 സമ്മേളനം നടന്നത്.
എന്നാൽ 2017 നവംബർ 17 മർക്കസ് ദാവക്കാരുടെ KNM, മർക്കസ് ദാവയുടെ KNM ഉണ്ടല്ലോ, ഇത് ഐക്യപ്പെട്ടിട്ട് ഒന്നാകണല്ലോ. അഥവാ മർക്കസ് ദാവക്ക് ഒരു മർക്കസ് ദാവ KNM ഉണ്ടായിരുന്നു, CD ടവർ KNM ഉണ്ടായിരുന്നു. ഇതുകൂടെ ഐക്യപ്പെട്ടെന്ന് ഒറ്റ KNM പാടുള്ളൂ. എന്നാൽ ഐക്യപ്പെട്ടതിന് ശേഷവും മർക്കസ് ദാവ KNM ആയി കൂടി തന്നെ നിന്നിട്ടുണ്ട്. തെളിവ് വേണോ? 2017 നവംബർ 11 മർക്കസ് ദാവയിൽ വെച്ചുകൊണ്ട് സലാഹുദ്ദീൻ മദനി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത KNM മർക്കസ് ദാവയുടെ ഒരു യോഗം നടന്നിട്ടുണ്ട്. അതെങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ KNM ഒന്നായില്ലേ, പിന്നെ എങ്ങനെ മർക്കസ് ദാവക്ക് KNM ഉണ്ടാകാൻ പാടുണ്ടോ? അപ്പൊ നിങ്ങൾ ഐക്യപ്പെട്ടാലും ഉള്ളിൽ നിന്ന് വേറെ നടന്നിട്ടുണ്ട്. ഇതാ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒരുപാട് ഹിസ്റ്ററി ഞങ്ങൾക്ക് ഇനി പറയാണ്ട്, ഇപ്പൊ തൽക്കാലത്തേ പറയുന്നുള്ളൂ. അപ്പൊ ഐക്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് നിങ്ങൾ കൊടുത്ത ചതിയായിരുന്നു. അങ്ങനത്തെ ആദർശപരമായ ഐക്യം പോലും നടന്നിട്ടില്ല. എന്നാൽ ഹനീഫ് കായക്കൂടി പറഞ്ഞെന്താ അറിയോ? ആളുകളെ പറ്റിക്കാൻ വേണ്ടി എല്ലാം ഒപ്പിട്ട് തീരുമാനിച്ച് ബുഖാരിയിലെ മുസ്ലിം ഹദീസിലും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാമെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടല്ലാതെ ഐക്യം നടന്നിട്ടില്ല എന്ന് കേട്ടോളി. അപ്പൊ പണ്ട് പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല. ഇപ്പോൾ എന്തുകൊണ്ട്? അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും മനഹജ് സലഫ് 5-ാം പ്രമാണം. അപ്പൊ പണ്ട് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, പണ്ട് മർക്കസ് ദാവക്കാര് പറഞ്ഞതുപോലെ ഇപ്പൊ പറയാൻ കഴിയില്ല. ആര്? ഐക്യപ്പെട്ടതിന് ശേഷം മർക്കസ് ദേവയിലേക്ക് വന്ന KNMലേക്ക് വന്ന മർക്കസ് ദേവക്കാർക്ക് പണ്ട് പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല. കാരണം സലഫി മൻഹജ് അംഗീകരിച്ചു. ബാക്കി പറയട്ടെ. ഇപ്പോൾ എന്തുകൊണ്ട്? അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും മനഹജ് സലഫ് 5-ാം പ്രമാണമാണോ എന്ന് ചോദിക്കുന്നു മർക്കസ് ദേവക്കാർ. അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. ബുഖാരിയിലും മുസ്ലിമിലും ദുർബലമായ ഹദീസുകൾ ഉണ്ടെന്ന്, തള്ളിക്കളയേണ്ട ഹദീസുകൾ ഉണ്ടെന്ന് മർക്കസ് ദേവ വാദിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയല്ല എന്ന് തീരുമാനിച്ചെഴുതി ഒപ്പിട്ടാണ് കേരള നെതുവത്തുൽ മുജാഹിദീന്റെ ഭാഗമായി, ഐക്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എന്താ പറഞ്ഞത്? ബുഖാരിയിലും മുസ്ലിമിലും ഒന്നും ദുർബലമായ ഹദീസില്ല, ഒറ്റ ഹദീസിനും സഹീഹ് ഹദീസിനും തള്ളാൻ പാടില്ല എന്നൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒപ്പിട്ടതിന് ശേഷമാണ് ഐക്യപ്പെട്ടത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ പുളിക്കൽ ചോദിച്ചിരുന്നു, എവിടെയാണ് ആ ഒപ്പിട്ട കത്തുകളെന്ന് കാണിച്ചു തരുന്നത്. അങ്ങനെ ഹുസൈൻ മടവൂറും അസ്ഗർ അലിയും അതുപോലെ തന്നെ അസീഫ് മദനിയും സലാഹുദ്ദീൻ മദനിയും ഒക്കെ ബുഖാരിയിലെയും മുസ്ലിമിലെയും മുഴുവൻ ഹദീസുകളും സഹീഹാണ് എന്ന് ഒപ്പിട്ടൊരു കത്തുണ്ടെങ്കിൽ ആ കത്ത് മുജാഹിദുകൾക്കൊന്ന് കാണണം. അങ്ങനെ കത്തുണ്ടെങ്കിൽ ആ കത്തിന് ശേഷം ഹനീഫ് കായക്കൊടി എന്താ പറഞ്ഞത്? അവർക്കത് പറയാൻ കഴിയില്ല എന്നല്ലേ. എന്നാൽ ഹനീഫ് കായക്കൊടി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങട്ടല്ലേ, KNM നടത്തിയ സമ്മേളനത്തിൽ തന്നെ ഹദീസുകൾ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ വല്ല ചുക്കും ചെയ്യാൻ കഴിഞ്ഞോ? എന്താ കോഴിക്കോട് സമ്മേളനത്തിൽ കുട്ടശ്ശേരി പ്രസംഗിച്ച കേട്ടോളി. എല്ലാ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ചില ഹദീസുകളെ പൊക്കിപ്പിടിച്ച് ഹദീസുകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തുക തന്നെ വേണം. അപ്പൊ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ പരപ്പനങ്ങടൊക്കെ വിശദമായി സംസാരിച്ചിരുന്നു. റസൂൽ പറഞ്ഞു, 7 അജവാക്കാരൊക്കെ വെറും വയറ്റിൽ ഒരാൾ പ്രഭാതത്തിൽ തിന്നാൽ അവന് സുമ്മു സിഹ്റും ബാധിക്കൂല. അത് സ്വഹീഹ് ഹദീസാണ്. മുസ്ലിം ലോകം തർക്കില്ലാതെ സ്വീകരിക്കുന്ന അമാനിമൂലി വദ്യത്തിലെ സുന്നത്തോ മക്കാനത്തോ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി കൊടുത്തു. അത് ഈമാന്റെ, അത് വിശ്വസിക്കാത്തവന് അല്ലെങ്കിൽ അത് ഈമാന്റെ ഭാഗമാണെന്നൊക്കെ അമാനിമൂലി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു KNMകാരോട്, ഇയാൾ ഒപ്പിട്ടിട്ടുണ്ടോ? ഗായത്രി നേരത്തെ പറഞ്ഞ ഒപ്പിൽ ഇയാൾ ഒപ്പുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സമ്മേളനത്തിൽ പച്ചയായ ഹദീസ് നിഷേധിച്ചു. ഒരു കുട്ടി അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുത്തോ? NV സക്കരിയ മൗലവി അദ്ദേഹത്തിന്റെ കിട്ടിയ ചാൻസ് വിശദീകരിച്ചു എന്നല്ലാതെ ഞാൻ ചോദിക്കുന്നു, ഒപ്പിട്ടതാണെങ്കിൽ KNM ഇയാളോട് വിശദീകരണം ചോദിച്ചോ? നിങ്ങൾ ഒപ്പിട്ട ആളല്ലേ, നിങ്ങൾ പിന്നീട് ഹദീസ് നിഷേധിച്ചത് എന്ന് ചോദിച്ചോ? ചോദിക്കൂല. അങ്ങനെ ഒപ്പിട്ടിട്ടില്ല. പിന്നെന്താ ഉണ്ടായത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, നമുക്ക് നമ്മുടെ ആദർശം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിഹറിനെ പറ്റി മുണ്ടാൻ പാടില്ല. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ പോലെ ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ ഇങ്ങനെ പോകണം. അതായത് നിങ്ങൾക്ക് സിഹറിന് ഇല്ല എന്നൊക്കെ വിശ്വസിച്ച് നടക്കുക, ഞങ്ങൾക്ക് സിഹറുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ പരസ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കാൻ പാടില്ല. ഇതാണ് തീരുമാനം.
ഇത് തീരുമാനമില്ല എന്ന് പറയട്ടെ. ആ തീരുമാനത്തിൻ്റെ സർക്കുലറും അതുപോലെ തന്നെ അതിൻ്റെ രേഖകളും നമ്മൾ പല സ്ഥലത്തും വായിച്ചിരുന്നു. കോഴിക്കോട് വായിച്ചിരുന്നു. 2026/10/2016 മലപ്പുറം MCT ട്രെയിനിങ് കോളേജ് നടത്തിയ തീരുമാനം. എന്താ തീരുമാനം? അഥവാ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്ക് ആശയക്കുഴപ്പുണ്ടാക്കുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും വേദിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ആ TPക്ക് മറുപടി അറിയാൻ പണി. TP കടപ്പുറത്ത് വന്നോളി. കടപ്പുറത്ത് പറഞ്ഞാൽ എന്താ? കടപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാൻ കഴിയില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഹുസൈൻ മടവൂര് അനസ് മൗലവിയുടെ മൂക്കിന്റെ താഴെ വന്നിട്ട് പിശാചിന് വസ്വാസല്ലാതെ പിശാചിന് ശരീരത്തിൽ കയറാനൊന്നും കഴിയൂല. കേരള ജമിയത്തുലമ പുസ്തകം ഇറക്കി ആളുകളെ പഠിപ്പിച്ചു. അൻസാറിന് ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത കാര്യം നിങ്ങളെ വൈസ് പ്രസിഡന്റ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. വൈസ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പിശാചിന് ദുർമന്ത്രം ഉണ്ടാക്കാൻ മാത്രമേ കഴിയുള്ളൂ, ശരീരത്തിൽ കയറാൻ കഴിയില്ല. അദ്ദേഹം പറയട്ടെ. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. എന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞിടത്ത് തന്നെ പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറെ ആളുകൾ ജിന്ന് പൂജയിലേക്ക് പോയത്. കുറെ ആളുകൾ അത് ശിർക്കല്ല എന്ന് പറഞ്ഞത്. ആ ജിന്നുകൾ അപ്പൊ എന്താ പറഞ്ഞത്? വസ്വാസ് ഉണ്ടാക്കാൻ മാത്രമേ ശൈത്താന് കഴിയുള്ളൂ. ഇയാൾ ഒപ്പിട്ടിട്ടുണ്ടോ? ഇദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, വിശദീകരണം. അല്ല ഹുസൈൻ മടവൂർ സാഹിബെ, നിങ്ങളല്ലേ ഒപ്പിട്ടത് ബുഖാരിലും മുസ്ലിമിന്റെ ഹദീസൊന്നും നിങ്ങൾ തള്ളൂലാന്ന്. എന്നിട്ട് എന്തെങ്കിലും ഇവിടെ വിശദീകരിച്ചത് എന്ന് മാത്രമല്ല, അനസ് മൗലവിന്റെ മൂക്കിന്റെ താഴെ വിശദീകരിച്ച് ഇയാൾക്ക് മറുപടി പറയാൻ അനസ് മൗലവിക്ക് ധൈര്യമില്ല. സമ്മേളനത്തിന് മറുപടിയോട് മറുപടിയായിരുന്നു. പക്ഷേ തൻ്റെ മൂക്കിന്റെ താഴെ വന്നിട്ട് ഹദീസും ഖുർആനും പച്ചയായി ദുർവ്യാഖ്യാനിച്ച് മടവൂർ സാഹിബിന് പഠിപ്പിച്ചു കൊടുക്കാൻ KJന് നേരം കിട്ടിയിട്ടില്ല. അനീഫ് കായക്കൊടിക്ക് ഭയങ്കര തിരക്കാ തോന്നുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പ്രസംഗിച്ചത് വിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ ഹദീസുകൾക്കും എതിരാണ്. അപ്പോൾ ഒപ്പിട്ടു എന്ന എന്നത് ശരിയായ വർത്താന്തമല്ല. അത് സഹോദരന്മാർ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ ആളുകൾ വഞ്ചിച്ചുകൊണ്ടിരിക്കും.